ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കൊച്ചിനെ ഒന്ന് വാമപ്പ് ചെയ്ത് അവന് ഉമ്മയൊക്കെ കൊടുത്ത് ടിക്കിളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ചെടി ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പ് ഭാഗം എപ്പോഴും ഒരു ബ്രൗൺ കളറുണ്ട്. ഐ വണ്ടർഡ് വാട്ട് വാസ്. ഇന്ന് നോക്കിയപ്പോൾ ചേടാ ഒരു പുതിയ ലീഫ്. ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടുംബമായിട്ട് വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി. ഇന്ന് ഡേ ഓഫിന് എന്ത് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്ത് നമുക്ക് ഇന്ന് കപ്പയും ചിക്കൻ കറി ആയാലോ ആയിട്ട്. അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞ് വന്നിട്ട് പറഞ്ഞു, മമ്മി ക്യാൻ ഐ ഹെൽപ്പ് പ്ലീസ്. അവൻ കരാട്ട ചോപ്പൊക്കെ ചെയ്ത് ഉള്ളിയൊക്കെ അരച്ച് തന്ന് അപ്പനും മോനും കൂടെ കുരുമുളകൊക്കെ ഇടിച്ച് തന്ന് ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒരുങ്ങി കോസ്കോയിലൊക്കെ ഒന്ന് പോയി അത്യാവശ്യത്തിന് കാശൊക്കെ പൊളിച്ചിട്ട് ഞങ്ങൾ ഹോം കുച്ചിൽ പോയി. അവിടെയും കുറേ അലുകുലത്തൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കുഞ്ഞുറങ്ങി കേട്ടോ. ഈ സമയം വിശന്നാ വീട്ടിൽ വന്ന് ഭാഗ്യത്തിന് ഫ്രൈഡ് റൈസും ബീഫും ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലോക്കി വന്ന് കൊതിയും വെച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച സമയത്ത് എനിക്ക് ഈ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. കോസ്കോയിൽ ഞങ്ങളിന്ന് ഫ്ലവേഴ്സൊക്കെ മേടിച്ചു. അതിനെയൊക്കെ അറേഞ്ചൊക്കെ ചെയ്തെടുത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ആലോചിച്ചു, ചില സമയത്ത് നമ്മൾ ഈ പൂക്കളൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് അത് ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച അങ്ങ് നിൽക്കും കൂടിപ്പോയാൽ. അന്നേരം ഞാനൊരു വീഡിയോ കേട്ടത്, ഫ്ലവേഴ്സ് ആർ ഓൺലി മെന്റ് ടു ലാസ്റ്റ് ഇൻ ദ പ്രസന്റ്. ശരിയല്ലേ പറഞ്ഞത്? നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് എപ്പോഴും നമ്മൾ ഫ്യൂച്ചർ പ്ലാനിങ് ആൻഡ് വി ഫർഗെറ്റ് ടു ലിവ് ഇൻ ദ പ്രസന്റ്. സോ ലെറ്റ്സ് മേക്ക് എ ചേഞ്ച്. ബി ലൈക്ക് എ ഫ്ലവർ, live in the present, and let's treasure each moment.